السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മനുഷ്യ തലമുറയുടെ സുഗമമായ നിലനിൽപ്പിന് സർവശക്തൻ സംവിധാനിച്ച മനോഹരമായൊരു സംവിധാനമാണ് വൈവാഹിക ബന്ധമെന്നുള്ളത്. മനുഷ്യപിതാവ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഉമ്മ ഹവ്വാ ബീവിയും മുതൽക്ക് തന്നെ വിവാഹമെന്ന ഏറെ പവിത്രമാക്കപ്പെട്ട ആചാരം മനുഷ്യ സമൂഹം പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും പ്രിയ അനുചരർ സ്വഹാബത്തിൻ്റെയും വിവാഹ രീതികളും ചടങ്ങുകളുടെ ലാളിത്യവും പഠന വിധേയമാക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലായ്മയോട് വല്ലായ്മ പിന്തുടരുന്ന സാഹചര്യത്തിലും നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്താലേ വിവാഹമാവുകയുള്ളൂ എന്ന അലിഖിത നിയമത്തിൻ്റെ ചണലക്കെട്ടിൽ കെണിഞ്ഞിരിക്കുകയാണ് നമ്മുടെ സമുദായം. വിവാഹത്തിന് മുമ്പ് തന്നെ ലക്ഷങ്ങൾ പൊടിപൊടിച്ച് കടക്കാരനായിരിക്കേണ്ടി വരുന്ന പുത്തൻ അനാചാരങ്ങൾ കൂടി ഇതോടൊപ്പം കടന്നു വന്നിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എൻഗേജ്മെൻ്റ് എന്ന പേരിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വീറ്റ്സുകളും പുടവകളും തോരണങ്ങളും അലങ്കാരങ്ങളും ഒരുക്കി സകല സുഹൃത്തുക്കളും ഒരുമിച്ച് ഫോട്ടോകളും വീഡിയോകളും പകർത്തി ഒരു പകുതി കല്യാണമാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ സമൂഹം. പണത്തിൻ്റെ അഹംഭാവത്തിൽ ഏതെങ്കിലും പണക്കാരൻ കാട്ടിക്കൂട്ടുന്ന അത്തരം അതേ അനാചാരങ്ങൾ അതേപടി പകർത്തി കടത്തിൻ്റെ കെണിയിലേക്ക് അറിഞ്ഞുകൊണ്ട് തലവെച്ച് കൊടുക്കുന്ന നിർധനരായ സമൂഹം കൂടി നമുക്കിടയിലുണ്ട്. ഇതൊക്കെ അംഗീകരിച്ചാലേ സമൂഹത്തിനിടയിൽ നല്ലൊരു സ്റ്റാറ്റസ് ഉണ്ടാവുകയുള്ളൂ എന്ന ഏതോ വിഡ്ഢിക്കോമരങ്ങളുടെ വാക്കിൽ വീണ ഹതഭാഗ്യർ മാത്രമാണ് അവരെന്ന് പറയാതെ വയ്യ. സേവ് ദ ഡേറ്റിംഗ് എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെക്കാൾ അറപ്പുള്ള സംഗതി ഉണ്ടോ എന്നത് തന്നെ സംശയമാണ്. ഹലാലായ നിക്കാഹ് കഴിയും മുമ്പ് തന്നെ ഡേറ്റ് ഒന്ന് നിശ്ചയിക്കുമ്പോഴേക്ക് കണ്ട കുളത്തിലും കാട്ടിലും പല ജാതി കോലത്തിൽ കൊഞ്ചിക്കുഴഞ്ഞ് ഫോട്ടോകളും വീഡിയോകളും പകർത്തി ഷെയർ ചെയ്യാൻ മത്സരിക്കുന്ന യുവതലമുറയല്ലേ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റേതെങ്കിലും കാരണത്താൽ നിശ്ചയിക്കപ്പെട്ട ഈ കല്യാണം മുടങ്ങേണ്ടി വന്നാൽ ഈ ഫോട്ടോകളും വീഡിയോകളും അതേപടി മാഞ്ഞു പോകുമെന്നാണോ നമ്മുടെ രക്ഷിതാക്കൾ കരുതിയിരിക്കുന്നത്? ചിന്തിക്കാനുള്ള വിവേകമെല്ലാം പാടെ നശിച്ചു പോയിരിക്കുകയാണോ എന്ന് നാം സ്വയം ചോദിക്കേണ്ടതില്ലേ? ഇനി വിവാഹ ദിവസം വന്നാൽ 10,000 മുടക്കി ഗാനമേള ഗ്രൂപ്പിനെ കൊണ്ടുവന്നും സിനിമയെ വെല്ലുന്ന വീഡിയോഗ്രാഫി പുറത്തിറക്കിയും കൊട്ടാര സമാനമായി അലങ്കരിച്ചും 10-20 ഐറ്റം ഭക്ഷണമുണ്ടാക്കി അതിൽ പകുതി വേസ്റ്റാക്കിയും നാം നശിപ്പിച്ച് കളയുന്ന പണത്തിന് വല്ല കണക്കുമുണ്ടോ? കേരളത്തിലെ പ്രശസ്ത എഴുത്തുകാരൻ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന കഥയിൽ കലന്തൻ ഹാജിയുടെ വീട്ടിലെ ബാക്കി വന്ന ബിരിയാണി വലിയ വേസ്റ്റ് കുഴിയിലേക്ക് തട്ടാനേൽപ്പിക്കപ്പെട്ട ഗോപാല യാദവ് എന്ന അന്യസംസ്ഥാന തൊഴിലാളിയുടെ കഥ പറയുന്നുണ്ട്. തൻ്റെ ഭാര്യക്കും മക്കൾക്കും ഒരു നേരത്തെ ഭക്ഷണം കണ്ടെത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഗോപാല യാദവ് തൻ്റെ മകൾ ബസ്മതിയുടെ അതേ പേരിലുള്ള ബസ്മതി ബിരിയാണിയുടെ വീപ്പക്കുറ്റികൾ വലിയ കുഴിയിലേക്ക് തള്ളുമ്പോൾ സ്വന്തം മകളെ കുഴിച്ചു മൂടുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തുന്നതായിരുന്നു ആ കഥയുടെ ഇതിവൃത്തം. കേരളത്തിൽ രാഷ്ട്രീയമായി പലവിധ ചർച്ചകൾക്കും ഈ കഥ വിഷയമായെങ്കിലും ഇന്നും സമാനമായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൻപുറത്ത് നടക്കുന്നു എന്നുള്ളത് നമുക്ക് മറച്ചു വെക്കാൻ കഴിയുമോ? വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന എത്ര ഉപകരണങ്ങളാണ് നാം ആർഭാടത്തിൻ്റെ മറവിൽ നശിപ്പിച്ച് കളയുന്നത്. അതോടൊപ്പം തന്നെ കല്യാണ ചെറുക്കനും സുഹൃത്തുക്കളും കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഏത് സംസ്കാരത്തിൻ്റെ പിമ്പലത്തിലാണ് നമുക്ക് ന്യായീകരിക്കാനുള്ളത്? മയ്യത്ത് കട്ടിലിൽ കിടത്തി പുതിയാപ്പിളയെ കൊണ്ടുവന്നതും കല്ലുരുട്ടുന്ന അർബാനയിലിരുത്തിയും ആനപ്പുറത്തേറ്റിയും കോമാളി വേഷം കെണ്ടിയും എന്തൊക്കെ വൃത്തികേടുകളാണ് കല്യാണത്തിൻ്റെ മഹത്വത്തെ കളങ്കപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ തലമുറ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കല്യാണ പെണ്ണിനെ കണ്ണീർ കുടിപ്പിച്ച് റാഗിങ് ചെയ്യുന്ന സുഹൃത്തുക്കളെയല്ലേ നാമൊക്കെ ഇന്ന് സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത്. കല്യാണ സദസ്സിൽ നിർബന്ധിപ്പിച്ച് ഡാൻസ് കളിപ്പിച്ചും വേഷം കെട്ടിച്ചും പാട്ട് പാടിച്ചും മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് കയറ് മുറിപ്പിച്ചും എരിവുള്ള പാനീയങ്ങൾ നിർബന്ധിപ്പിച്ച് കുടിപ്പിച്ചും കല്യാണ ചെറുക്കൻ്റെ സുഹൃത്തുക്കളും കുടുംബക്കാരും ചെയ്യുന്ന അറുവശളൻ ഏർപ്പാട് ഇനിയും നാം വെച്ച് കൊടുക്കേണ്ടതുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വയൗമ യഉല്ലു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅ റസൂലി സബീല യാ വൈലതാ ലൈതനി ലം അത്തഖദ് ഫുലാനൻ ഖലീല. അക്രമിയായ മനുഷ്യൻ നാളെ പരലോകത്ത് പൂർണ്ണ നിരാശയോടെ അവൻ്റെ നഖം കടിച്ചുകൊണ്ട് പറയും, ഓ എൻ്റെ നാശമേ, ഞാൻ ഇന്ന വ്യക്തിയെ എൻ്റെ സുഹൃത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എൻ്റെ സുഹൃത്തുക്കളെ, ദുനിയാവിലും ആഖിറത്തിലും കൈകടിക്കേണ്ടി വരുന്ന ദുരവസ്ഥയല്ലേ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സുഹൃത്തുക്കളെ കൊണ്ട് എത്ര കല്യാണമാണ് മുടങ്ങിയിരിക്കുന്നത് എന്ന് ഓരോ യുവതി യുവാക്കളും മനസ്സിലാക്കി വെച്ചോളൂ.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പവിത്രമാക്കി കണ്ട ഈ വിവാഹ ദിവസത്തെ അനാഥരോടൊപ്പവും ആരോരുമില്ലാത്ത ഹതഭാഗ്യരോടൊപ്പവും ആഘോഷിക്കാനുള്ള നല്ല മനസ്സ് കാണിക്കൂ. നാം നശിപ്പിച്ച് കളയുന്ന ഓരോ അന്നത്തിനും ഓരോ നാണയത്തിനും നാളെ റബ്ബിൻ്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിടാം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.